നമസ്കാരം. പ്രധാന വാർത്തകൾ. 2.5 കിലോയോളം കഞ്ചാവുമായി തൊടുപുഴയിൽ 2 യുവാക്കൾ പിടിയിൽ. തൊടുപുഴ നഗരസഭയുടെ ആംബുലൻസ് നിരത്തിലിറക്കി. കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാക്കുമെന്ന മുനിസിപ്പൽ ചെയർമാൻ. വഴുത്തല ഭാസ്കരൻ അനുസ്മരണം 23-ന് പന്നിയൻ രവീന്ദ്രൻ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ യുവാക്കൾ പോലീസ് പിടിയിലായി. എറണാകുളം സ്വദേശികളാണ് പിടിയിലായത്. എറണാകുളത്തിന് കടത്താൻ ശ്രമിച്ച 2.5 കിലോയോളം കഞ്ചാവുമായി 2 യുവാക്കൾ തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. കുമ്പളങ്ങി ഇടക്കാട്ട് വീട്ടിൽ ജോസഫ് മകൻ ഹെഡ്വിൻ 23, പള്ളുരുത്തി ശ്രീനാരായണ റോഡിൽ കുഞ്ഞുമോൻ മകൻ നിമൻ 22 എന്നിവരാണ് പിടിയിലായത്. തൊടുപുഴയിലെ ഒരു ബാർ ഹോട്ടലിൽ നിന്ന് 2 കെട്ടുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് സഹിതം ഇവരെ പിടികൂടുകയായിരുന്നു. ഡിവൈഎസ്പി ആന്റണി തോമസിന്റെ നിർദ്ദേശപ്രകാരം CI സജി മർക്കോസ്, SI മുരളി, CPO നൂർ സമീർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തൊടുപുഴ നഗരസഭയുടെ ആംബുലൻസ് നിരത്തിലിറക്കി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓട്ടത്തിനിടെ തീപിടിച്ച് നശിച്ച ആംബുലൻസിന് പകരമാണ് പുതിയ ആംബുലൻസ് വാങ്ങിയത്. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു. ഈ ആംബുലൻസ് കൊണ്ട് തൊടുപുഴ നഗരസഭയിലെയും അതുപോലെ സമീപ പ്രദേശങ്ങളിലെയുമൊക്കെ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ അവർക്ക് ന്യായമായ ചാർജിൽ കൊണ്ടുപോകുന്നതിന് ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് തൊടുപുഴ മുനിസിപ്പൽ കൗൺസിൽ ഉദ്ദേശിക്കുന്നത്. ഇതിന് മിനിമം ചാർജായി തൊടുപുഴ നഗരസഭയ്ക്ക് അതിർത്തിക്കുള്ളിൽ 10 കിലോമീറ്ററിന് 200 രൂപയും നഗരസഭയ്ക്ക് വെളിയിൽ 10 കിലോമീറ്ററിന് 250 രൂപയും പിന്നെ വരുന്ന ഓരോ കിലോമീറ്ററിനും 13 രൂപയും ഈടാക്കാനാണ് ഇന്നലെ കൂടിയ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിന് ചാർജ് ഇല്ല. 1 മണിക്കൂറിൽ കൂടുതൽ വെയിറ്റ് ചെയ്താൽ ഓരോ മണിക്കൂറിനും 75 രൂപ വീതം ചാർജ് ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്. പരമാവധി 5 മണിക്കൂർ മാത്രമേ വെയിറ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അവരോട് നല്ല മര്യാദയോടുകൂടി പെരുമാറുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസവും നമുക്കുണ്ട്. അതുകൊണ്ട് തൊടുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി തൊടുപുഴ നഗരസഭ തയ്യാറാക്കിയിരിക്കുന്ന ഈ ആംബുലൻസ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AITUCയുടെയും പ്രമുഖ നേതാവായിരുന്ന വഴുത്തല ഭാസ്കരൻ അന്തരിച്ചിട്ട് ജൂൺ 23-ന് 8 വർഷം പൂർത്തിയാവുകയാണ്. ഇതോടനുബന്ധിച്ച് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ 10:30-ന് അനുസ്മരണ സമ്മേളനം നടക്കും. പന്നിയൻ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് CPI താലൂക്ക് സെക്രട്ടറി PP ജോയ് CTV ന്യൂസിനോട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും AITUCയുടെയും സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രമുഖ നേതാവായിരുന്ന വഴുത്തല ഭാസ്കരൻ അന്തരിച്ചിട്ട് ജൂൺ 23-ന് 8 വർഷം പൂർത്തിയാവുകയും സഖാവിൻ്റെ 8ാം ചരമവാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആചരിക്കുന്നതിനാണ് പാർട്ടിയും ബഹുജന പ്രസ്ഥാനങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 23-ാം തീയതി രാവിലെ 11 മണിക്ക് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ
വിപുലമായ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അനുസ്മരണ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനത്തിൽ AITUCയുടെ സംസ്ഥാന പ്രസിഡന്റ് CA കുര്യൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, ES ബിജിമോൾ MLA, മാത്യു വർഗീസ്, സലീം കുമാർ, PK പുരുഷോത്തമ നായർ തുടങ്ങിയ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. 23-ാം തീയതി നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് വിനയപരസ്പരം അഭ്യർത്ഥിക്കുക. തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ വഴുത്തല ശാഖ ജൂൺ 23-ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10-ന് മന്ത്രി PJ ജോസഫാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അർബൻ ബാങ്കിന്റെ 9ാമത് ശാഖയാണ് വഴുത്തല ശാഖയെന്ന് ബാങ്ക് ചെയർമാൻ A. രാധാകൃഷ്ണൻ പറഞ്ഞു. 9ാമത് ശാഖ ഈ മാസം 23-ാം തീയതി വഴുത്തലയിൽ നമ്മുടെ ബഹുമാനായ മന്ത്രി, ജലവകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യുകയാണ്. തൊടുപുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് 90 വർഷത്തിലേക്ക് കടക്കുകയാണ്. നവതി ആഘോഷങ്ങൾ സംബന്ധിച്ച് അടുത്ത ഓഗസ്റ്റിൽ പരിപാടികൾ തയ്യാറാക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രവർത്തന പാന്താവിൽ വലിയ പുരോഗതിയാണ് ബാങ്കിന് കൈവരിക്കാൻ കഴിഞ്ഞത്. 175 കോടി ഡിപ്പോസിറ്റ് ഇപ്പോൾ ബാങ്കിന് ലഭ്യമാണ്. റിസർവ് ബാങ്കിന്റെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കിന് 2 ശാഖകളാണ് പുതുതായി RBI അംഗീകരിച്ചു തന്നിട്ടുള്ളത്. അതിലൊന്നാണ് വഴുത്തല, മറ്റൊന്ന് പെരുമ്പള്ളിച്ചിറയിലാണ്. പെരുമ്പള്ളിച്ചിറ ശാഖ അതിൻ്റെ കെട്ടിടം പണിയും ഒക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ഡിസംബറിന് മുമ്പ് പെരുമ്പള്ളിച്ചിറ ശാഖ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച തൊടുപുഴ ഡീപോൾ സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ റോയ് K. പൗലോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെപ്പോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയിലെ വിദ്യാർത്ഥിയായി പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളതാണ്. ഡീപോളിലൊക്കെ പഠിക്കുന്ന ചെറുപ്പത്തെ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ 14 കിലോമീറ്റർ കൂടിയ കാട്ടാപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നും വളരെ വലിയ വികസനമൊന്നും എത്തിച്ചേരാത്ത. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഇപ്പോൾ പബ്ലിക് സ്കൂളുകളിൽ പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് സാധ്യമല്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വളരെ അപൂർവ കുട്ടികളെ ഒരുപക്ഷെ ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുള്ള ആരെങ്കിലും കുട്ടികൾക്ക് മാത്രമേ അവസരം ഉണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഞാൻ ആദ്യം സർക്കാർ സ്കൂളില് 10ാം ക്ലാസ്സിൽ പഠിക്കാൻ സാധിച്ചിട്ടുള്ള. അത് കഴിഞ്ഞ് കോളേജില് കോളേജിലുള്ള 3 വർഷം വന്ന് പഠനം ആരംഭിച്ചപ്പോൾ ഡിഗ്രി വരെ അവിടെ പഠിച്ച സന്ദർഭങ്ങളിലുമൊക്കെ ഈ സ്കൂളിനെ പുറമെ നിന്ന് നോക്കിക്കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. അന്ന് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് ചില അപൂർവ സന്ദർഭങ്ങളിൽ ഇവിടെ സാധാരണ സമ്മതമൊന്നും നടക്കുന്ന സ്ഥലമല്ല, സ്കൂളിൽ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ആകാരത്തില്ല. ഫാദർ ജോർജ് കല്ലാച്ചേരി അധ്യക്ഷനായിരുന്നു. ഫാദർ തോമസ് മടത്തിനാൽ ആശംസകൾ അർപ്പിച്ചു. തൊടുപുഴ KSRTCക്ക് സമീപം സ്ഥാപിച്ചിട്ടുള്ള ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നില്ലെന്ന് ആക്ഷേപം. 2 വർഷത്തിലേറെ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നില്ല. ഒരു സ്വകാര്യ കമ്പനിയുടെ പരസ്യബോർഡ് മാത്രമാണ് സിഗ്നൽ ലൈറ്റ് എന്ന് പ്രതിപക്ഷ കൗൺസിലർ R. ഹരി കുറ്റപ്പെടുത്തി. തൊടുപുഴ KSRTC ജംഗ്ഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ 2.5 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ്.
അത് വോഡോഫോൺ കമ്പനിയുടെ പരസ്യമായി മാത്രം അധപതിച്ചിരിക്കുകയാണ്. മറ്റ് വികസിത നഗരങ്ങളിലെല്ലാം ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രയോജനം വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും എല്ലാം ലഭിക്കുന്നുണ്ട്. പക്ഷേ തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥാപിച്ച് ഏതാണ്ട് 15 ദിവസം അത് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച 15 ദിവസം ഇത് കൃത്യമായി പ്രവർത്തിക്കാത്തതുകൊണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും ഒക്കെ ഉണ്ടായതിൻ്റെ ഫലമായി അത് നിർത്തിവെച്ചതാണ്. ഈ 2.5 വർഷമായിട്ട് ഈ നിമിഷം വരെ അത് പ്രവർത്തനക്ഷമമാക്കുവാനുള്ള യാതൊരു നടപടിയും മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ട്രാഫിക് സിഗ്നൽ ലൈറ്റ് മാത്രമല്ല, തൊടുപുഴയുടെ ഒരു പൊതുസ്ഥിതി അതാണ്. തൊടുപുഴ 2 ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഗാന്ധി സ്ക്വയറിലും മങ്ങാട്ടുകവല ജംഗ്ഷനിലും. അതിൻ്റെയും അവസ്ഥ ഇതുതന്നെയാണ്. അതുപോലെ തന്നെയാണ് ട്രാഫിക് സിഗ്നൽ ലൈറ്റിൻ്റെയും ഗതി. മൊത്തത്തിൽ തൊടുപുഴയിൽ ഒരു കാര്യങ്ങളും വേണ്ടത്ര രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല. ട്രാഫിക് ഉപദേശക സമിതി തീരുമാനപ്രകാരമാണ് സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്തിരിക്കുന്നതെന്ന് മുനിസിപ്പൽ അധികൃതർ വ്യക്തമാക്കി. മഴക്കാല രോഗങ്ങൾക്കെതിരെ ജൂൺ 24 കോലാനി NSS കരയോഗ മന്ദിരത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടക്കും. രാവിലെ 10-ന് ക്യാമ്പ് ആരംഭിക്കും. മുതലക്കോടം മാസ് ക്ലബ് ആഭിമുഖ്യത്തിൽ 24-ന് രാവിലെ 10 മുതൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ഇടുക്കി ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ വാർഷിക പൊതുയോഗം 24-ന് വൈകിട്ട് 4-ന് തൊടുപുഴ കൊച്ചുകുടിയിൽ ബിൽഡിംഗിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2.5 കിലോയോളം കഞ്ചാവുമായി തൊടുപുഴയിൽ 2 യുവാക്കൾ പിടിയിൽ. തൊടുപുഴ നഗരസഭയുടെ ആംബുലൻസ് നിരത്തിലിറക്കി. കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാക്കുമെന്ന മുനിസിപ്പൽ ചെയർമാൻ. വഴുത്തല ഭാസ്കരൻ അനുസ്മരണം 23-ന് പന്നിയൻ രവീന്ദ്രൻ പങ്കെടുക്കും. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.